ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈസ് എവരിവൺ ഓക്കെ? ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ എയർ ഫ്രയർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ അറിയില്ലെന്നും പറഞ്ഞ് ഇനി ആരും ഇരിക്കാൻ പാടില്ല. 2-3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. അതിനാൽ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കാറേ ഇല്ല. നിലക്കടല ഒട്ടും എണ്ണ ഒഴിക്കാതെ ഫ്രൈ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഉപ്പും മുളകും ചേർന്ന നിലക്കടല ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എങ്ങനെയാണെന്ന് നോക്കാം. 1 സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം മുളകും ഉപ്പും നന്നായി തിരുമ്മി യോജിപ്പിക്കണം. ഓയിൽ ഒഴിക്കുന്നത് കടലയിൽ മസാല പിടിച്ചിരിക്കാനാണ്. പ്രീ ഹീറ്റ് ചെയ്ത ബാസ്ക്കറ്റിൽ മസാലക്കടല ഇട്ട ശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ 4 മിനിറ്റ് സെറ്റ് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന മധുരമുള്ള ഒരു സാൻഡ്വിച്ചാണ് ഇനിയും കാണിക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഫില്ല് ചെയ്ത ബ്രെഡ് 170 ഡിഗ്രി സെൽഷ്യസിൽ 2 മിനിറ്റ് സെറ്റ് ചെയ്യുക. ഹാഫ് കുക്ക്ഡായ വെജിറ്റബിൾസിലേക്ക് ചീസും ജാമും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അതിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. കുട്ടികളൊക്കെ ഇത് തന്നെ വേണമെന്ന് വാശി പിടിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അടുത്തത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള പിസ്സ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിസ്സ ബേസ് ഞാൻ ഉണ്ടാക്കിയതാണ്. പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് കട്ടിയിൽ പരത്തിയ ബേസ് വെച്ച് 200 ഡിഗ്രിയിൽ 5 മിനിറ്റ്. നോക്കൂ, ഈ ബേസ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. സോഫ്റ്റാണ്. പിസ്സ ബേസ് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുവേ. എനിക്ക് സക്സസ് ആയ പിസ്സ ബേസിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടുന്നുണ്ട്. ബേസ് ഫില്ല് ചെയ്യുന്നത് വീഡിയോ വാച്ച് ചെയ്താൽ നന്നായി മനസ്സിലാകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എയർ ഫ്രയർ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഈസിയാണ്. ആദ്യമേ ഭയം മാറ്റുക, അത്രയും മാത്രം മതി. ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യുന്നത് ഓരോ എയർ ഫ്രയറിലും വ്യത്യസ്തമായിരിക്കും. ഞാൻ ഹാവൽസിൻ്റെ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ഡിഷിൻ്റെയും ടെമ്പറേച്ചറും ടൈമും ഒരു പേപ്പറിലോ ബുക്കിലോ നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ ഈസിയാകും. ഏതെങ്കിലും നട്ട്സ്, അതായത് കാഷ്യൂനട്ടോ ഗ്രൗണ്ട് നട്ടോ ബദാമോ ഏതാണെങ്കിലും എടുക്കുമ്പോഴേ 200 ഡിഗ്രി സെൽഷ്യസിൽ 4 മിനിറ്റ് എന്ന് ഓർമ്മ വരും. തണുത്തതിന് ശേഷം ഫ്രൈ ആയിട്ടില്ല എങ്കിൽ ജസ്റ്റ് 2 മിനിറ്റ്സ് കൂടി വെക്കുക, അത്രയുമേ വേണ്ടൂ. പിസ്സ ബേസിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ടൊമാറ്റോ സോസാണ്. കെച്ചപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു ലെയർ ചീസ് ഇട്ടിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് തിക്കായി ഇട്ട് കൊടുക്കുന്നത്. സവോള, ടൊമാറ്റോ, ക്യാപ്സിക്കം തുടങ്ങി വെച്ച് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം തിക്കായി വീണ്ടും ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിസ്സ ഓർഗാനോ, പിസ്സ ചില്ലി തുടങ്ങിയവയും സ്പ്രെഡ് ചെയ്യണം. 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് വെച്ച പിസ്സയാണിത്. എത്ര സൂപ്പറായി വന്നെന്ന് നോക്കൂ. പുതിയ ഡിഷുകൾ അടുത്ത വീഡിയോയിൽ കാണാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.